ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ നയനയാണ്. അപ്പോൾ നയന ആൻമരിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ പത്രത്തിൽ റിപ്പോർട്ട് തന്നത് ആരാണ് ഇതുമായിട്ട് മുന്നോട്ടേക്ക് വന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ആൻമരിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് വല്ല യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണോ? ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മൂടി വയ്ക്കാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് മൂടി വയ്ക്കാനായിട്ട് പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ പത്രം മൂടി വെച്ച് കഴിഞ്ഞാലും വേറെ കുറേ മഞ്ഞപത്രങ്ങളൊക്കെ കാണുമല്ലോ. എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് മഞ്ഞപത്രങ്ങളുണ്ട്. അവർ ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രശ്നമാകും. അതിനു മുമ്പ് തന്നെ ഇതാരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിഞ്ഞ് അവിടെയാണ് ലോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആൻമരിയ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഈ നമ്പറിലാണ് ഞങ്ങൾ ഒരാൾ വിളിച്ചത്. അപ്പോൾ ഈ നമ്പർ ആരുടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്ന് അറിഞ്ഞേക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നയന കേട്ട് കഴിഞ്ഞപ്പം നയനയ്ക്ക് തന്നെ വലിയൊരു അതിശയമായി പോയിട്ടോ. കാരണം ഇത് മതി, ഇനി നയനയ്ക്ക് ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി. നന്ദുവും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് ആൻമരി ചോദിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള ആരെങ്കിലും ആണോ പ്രതി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നയനും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആൻമരി പറയുന്നുണ്ട്, വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി, ഇങ്ങോട്ടൊന്നും പറയണ്ട, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഏതായാലും എത്രയും പെട്ടെന്ന് എല്ലാം ലോക്ക് ചെയ്യാനുള്ള പരിപാടി നയനേച്ചി നോക്കാതാ നല്ലതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയന. ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ, നമുക്കിത് തന്നെ ഏതായാലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് നന്ദു ഉണ്ടല്ലോ, അപ്പം നന്ദുവിൻ്റെ കയ്യിൽ ഈ നമ്പർ കൊടുക്കണം. ഈ നമ്പർ പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭി തന്നെയാണ്. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അഭിയുടെ അഹങ്കാരം നിർത്തുകയും വേണം. ഇതോടുകൂടി അവൻ്റെ അഹങ്കാരം നിൽക്കണം. ഇനി അവന് ഇതിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അതിന് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ചേച്ചിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നു പോവില്ലേ? ചേച്ചിയോട് സത്യങ്ങൾ തുറന്നു പറയാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് ഇറങ്ങിത്തിരിക്കാം. അല്ലാതെ അവനിത് അടങ്ങില്ല. അവനിങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ അവനെ നിലയ്ക്ക് നിർത്തണം. ആദ്യം നമുക്ക് ഈ ഡീറ്റെയിൽസുമായിട്ട് നന്ദുവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് നയനയും ആദർശം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നന്ദു വലിയ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, അത് ഞാൻ ലോക്കും ചെയ്തോളാം. പക്ഷേ അവന് ഇതുപോലെ തലയുയർത്താൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നയനേച്ചി, ഞാൻ പറയുക, അഭിനെ പിടിക്കണം, അവനെ പൂട്ടണം. അവനെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അവൻ അനന്തപുരി തറവാട് മുച്ചൂട് മുടിക്കും. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് തന്നെയാണ് ഞാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി നവ്യേച്ചിയുടെ മുഖമോർത്ത് എല്ലാം ക്ഷമിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നവ്യേച്ചി സേഫ് ആയിരിക്കണം. നവ്യേച്ചി ഇതൊന്നും അറിയാനും പാടില്ല. അത് ശരിയാ. പിന്നെ നവ്യേച്ചിനെ ഇപ്പം അവൻ കൊണ്ടുപോകുന്നതേ വലിയ ദുരന്തത്തിലേക്കാണ്. പണ്ടത്തെ നവ്യേച്ചിയില്ലേ, ആ നവ്യേച്ചിയെ പോലെ തന്നെയാണ്. ഇപ്പം ആദർശേട്ടനെ കണ്ണിന് കണ്ടുകൂടാ. പിന്നെ അത് നയനേച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നവ്യേച്ചിക്ക് ആദർശേട്ടനെ കണ്ണിന് കണ്ടുകൂടാത്തത്. എങ്കിലും ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് നവ്യേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്ത് അവനുണ്ടല്ലോ, അവനെ വളരാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പലരുടെയും മനസ്സ് മാറ്റുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ അനന്തപുരി തറവാട് അവൻ മുട്ടിക്കും. അസ്ഥിവാരം എടുക്കാൻ അവൻ തയ്യാറാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അനന്തപുരി തറവാട്ടിനോട് ഒരു പ്രത്യേക കടപ്പാടുണ്ട്, പ്രത്യേകിച്ച് മുത്തശ്ശനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റിൽ വന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിന് എന്ത് പ്രശ്നം വന്നാലും അതെൻ്റെ പ്രശ്നമായിട്ടാണ് ചേച്ചി ഞാൻ കാണുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചേച്ചി പൊക്കോ. അല്ല, ചേച്ചിയുടെ അടുത്ത പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ എന്താണെന്നോ, എനിക്ക് അഭിയെ ഒന്ന് വിളിക്കണം. അപ്പം സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ, നവ്യേച്ചിയും അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നവ്യേച്ചി അറിയാതെ അവനെ എനിക്ക് അറിയിക്കണം. അവനിനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവനിനി ഇത് പ്രചരിപ്പിക്കാനും പാടില്ല. അവൻ അറിയണം ഞാൻ ആരാണെന്ന്. ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർശേട്ടാ ബാന്ന് പറഞ്ഞ് നയന ആദർശനെ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്ത് പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ജീപ്പ് കൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആരും ഇങ്ങനെ പിന്തുടർന്നാണ് നമ്മുടെ നന്ദു പോകുന്നത്. അത് വേറെ ആരുമല്ല, ആ ഒരു റിപ്പോർട്ടറിനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു
നയനയുടെയും ആദർശിൻ്റെയൊക്കെ ഈ ഫേക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയ റിപ്പോർട്ടറിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരനെ തൂക്കിയെടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ആദ്യം കയറാനൊക്കെ സമ്മതിച്ചു ജീപ്പിൽ. നീ ഇവിടെ വാടാ, നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നാന്ത് തൂക്കിയെടുത്ത് ജീപ്പിനകത്ത് കയറ്റി. അപ്പം മേഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഡം, മേഡം എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലേ? നിന്റെ മഞ്ഞപ്പത്രം കുറേ ഞാൻ അന്വേഷിച്ചടാ. നീ ആണല്ലേടാ മനുഷ്യരെ എല്ലാം കൂടെ വിഡ്ഢികളാക്കാനും നാണം കെടുത്താനും വെറുതെ അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. നിന്റെ മഞ്ഞപ്പത്രം പൂട്ടിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ലടാ. നോക്കിക്കോ, ഇനി മേലാൽ നീ പത്രവുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷനൊക്കെ നീ അനുസരിക്കണം. കേരള വണ്ടിയിൽ നിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വണ്ടിയിലെടുത്ത് തൂക്കിയിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചാതയ്ക്കുന്നുണ്ട്. നല്ല ചത. അങ്ങനെ ഇടിച്ചവൻ തുപ്പി തൂറി സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് കേട്ടോ. സത്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ സത്യങ്ങളെല്ലാം വെളിയിൽ വരുത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ അഭിയാണ് എന്ന് തന്നെയാണ് അയാളും പറയുന്നത്. അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ നയനെ വിളിച്ചിട്ട്, അതെ നയനേച്ചി സത്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നയനേച്ചി പറഞ്ഞതുപോലെ തന്നെ അഭി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഇത് കേട്ടത് നയനയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. ഏതായാലും നയന നേരെ പോയി അനന്തപുരി തറവാട്ടിൽ ചെന്നിട്ട് വാടാ കേരള വണ്ടിക്കകത്തെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം പറഞ്ഞു വാടാ കേരളാന്ന് പറഞ്ഞു. അപ്പോൾ അഭി ചോദിച്ചു എങ്ങോട്ട്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എങ്ങോട്ട് കയറാനാണ് നിങ്ങൾ പറയുന്നത്? എങ്ങോട്ട് കയറാനാണോ? നിന്നോട് കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി. അതെ നിനക്കൊരു ചെറിയ വിരുന്ന് തരുന്നുണ്ട്. നിനക്ക് കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നീ വണ്ടി കയറാൻ പറഞ്ഞു. നല്ല കാര്യത്തിന് വേണ്ടിയോ? ദേ എനിക്ക് പറ്റില്ല വണ്ടി കയറാൻ. ഞാൻ അതിന് ദേഷ്യപ്പെട്ടിട്ട് നിന്നോടാ വണ്ടി കയറാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അഭി വണ്ടി കയറി. വണ്ടി കയറിയിട്ട് നേരെ കൊണ്ടുപോകുന്നത് അനഘയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അനഘയുടെ അടുത്തേക്ക് ചെന്നു. അനഘയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അഭി ചോദിച്ചു ഇതെന്തിനാ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഹേയ് ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ല. അയ്യോ നീ ഞങ്ങളില്ലാതെ തനിയെ ഇങ്ങോട്ടേക്ക് കയറി വരത്തുള്ളൂ അല്ലേ? അല്ലാതെ നീ കയറി വരില്ല. നിന്നോടാ പറഞ്ഞത് കയറി വരാന്. അല്ല ഇപ്പം ഈ പെണ്ണിനെ കണ്ടിട്ട് ഞാൻ എന്ത് കാണിക്കാനാ? നീ എന്ത് കാണിക്കാനാണെന്ന് ഞാൻ പറയാം. ഇതിപ്പം ആദർശേട്ടൻ്റെ കാമുകീനെ എനിക്ക് കണ്ടിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് വേണ്ട. ദേ ആദർശേട്ടൻ തന്നെ അങ്ങോട്ട് എടുത്താൽ മതി. തെറ്റുകളെല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും എന്നെ എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഓ ദേ നീ വെള്ള പൂശാൻ നോക്കരുത് കേട്ടോ അഭി. നീ വെള്ള പൂശിക്കുന്നതിനനുസരിച്ച് നിന്റെ ഈ പൂശല് നിർത്തിക്കും ഞാൻ. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നീ ഇങ്ങോട്ടേക്ക് ബാ നമുക്ക് അനഘയെ കണ്ടിട്ട് പോകാം. അങ്ങനെ അനഘയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നയന മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് മോളെ? ചോദിക്കുന്നതിന് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിനക്ക് എല്ലാം കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. നിനക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ ഉള്ളൂ. എല്ലാം നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, ദേ നിൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ സേഫാണ്. ഞങ്ങൾ പൊന്നു പോലെയാണ് നിൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. നിൻ്റെ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാകാതെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കും. അവളെ ഇന്നലെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തു. പിന്നെ ആദർശേട്ടൻ്റെയും എൻ്റെയും കുഞ്ഞായിട്ട് തന്നെയാണ് അവൾ വളരുന്നത്. അത് അങ്ങനെ മതിയല്ലോ. പിന്നെ നിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായ അവനെ ഞങ്ങൾ ഇന്ന് പിടിച്ച് അവനിട്ട് പൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോ അനഘേ, ദേ ഇനി അവൻ ആരെയും പറ്റിക്കില്ല. ഇനി അവൻ ആരെയും വഞ്ചിക്കില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുന്നുണ്ട്. ദൈവമേ പണി പാളിയോ? അഭിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഒന്നും അങ്ങോട്ട്. ദൈവമേ പണി പാളിയെന്നാണ് തോന്നുന്നതെന്ന് ഓർത്തിട്ട് അഭി ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ വിചാരിക്കാം. അങ്ങനെ തിരിച്ച് ഇറങ്ങി പോവുകയാണ് ഇവരെ. പോകുന്നതിനിടയിൽ ആ ഫോട്ടോ കണ്ടു ആദർശിൻ്റെ നയനയുടെ അല്ല അനഘയുടെ. ആ ഫോട്ടോ കണ്ടിട്ട് ആദർശ് പറഞ്ഞു എന്ത് നല്ല ഫോട്ടോ അല്ലേ? എന്താ ചേർച്ചയല്ലേ നയനെ? നല്ല ചേർച്ചയാ. ഇനിയിപ്പോൾ ഈ ഫോട്ടോയിൽ എന്നാണോ മാല ഇടുന്നത്? അപ്പോഴത്തേക്കും നയന പറഞ്ഞു എന്താ ആദർശേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ. ഈ ഫോട്ടോയിലല്ല മാല ഇടുന്നത്. ആർക്കാ മാല ഇടുന്നതെന്നേ നമുക്ക് കാണാം. ദേ വണ്ടി കയറാന്ന് പറഞ്ഞു അഭിയോട്. അപ്പം പറഞ്ഞു ഇനി എങ്ങോട്ട് പോകാനാ? ഇനിയേ ബീച്ച് വരെ ഒന്ന് പോയി നിന്നെ ഒന്ന് കറക്കി ചുറ്റിക്കൊണ്ട് വരാനാ. വണ്ടി കയറാൻ പറഞ്ഞു. അതിനെന്തിനാ നയനടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വണ്ടി കയറിക്കോളൂല്ലേ? കയറണം എന്ന് പറഞ്ഞ് വണ്ടി കയറ്റുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിനിടയ്ക്ക് ഒരു ചെറിയ സീൻ മിസ്സായി പോയിട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കിരണും നയനയും ആദർശും കൂടെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ നമ്മുടെ കിരൺ പറയുന്നുണ്ട് നിങ്ങൾ ഈ കളിക്കുന്ന കളി എത്രമാത്രം അത് ഫലിക്കുന്നൊന്നും അറിയില്ല. എങ്കിലും അവൻ അറിയണം നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അവന് ലോക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപ്രകാരമാണ് നമ്മുടെ നയന അഭിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവൂ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിന് അത് അപമാനമാകും. ഇനിയും പല പത്രങ്ങളെയും സമീപിക്കും.
അനന്തപുരി തറവാട്ടിന് നാണക്കേടുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം കിരണും നല്ല കാര്യമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനും ഏതിനും കിരണിനെ വിളിച്ചാൽ മതി, എല്ലാത്തിനും ഇങ്ങനെ തഴഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും കല്യാണിയുടെയും ജീവിതം കണ്ടില്ലേ, അതുപോലെ ആയിപ്പോവും. ഞങ്ങളെ ഇപ്പോഴും പലരും കൊല്ലാൻ നടക്കുകയാണ്, തലനാഴിരക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞപ്പോൾ കിരണിൻ്റെ ഉപദേശം കൂടി ആയപ്പോൾ നമ്മുടെ നയനയ്ക്ക് ഒരു പിടി ധൈര്യം കൂടി. അപ്പം അങ്ങനെയാട്ടോ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നയന ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബീച്ചിൽ എന്തിനാണ് എന്നെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കാനാ, നിന്നെ ഇവിടെ കൊണ്ടുവന്നതേ ബീച്ചിലൊന്ന് ഇട്ട് മുക്കി കൊല്ലാനാടാന്ന് പറഞ്ഞു. മുക്കിക്കൊല്ലാനോ? ആ, നിന്നെ ഇന്ന് മുക്കൂടാ, നിന്നെ ഇന്ന് മുക്കിക്കൊല്ലും. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ ആദർശേട്ടൻ തെറ്റെല്ലാം ചെയ്തിട്ട് എന്നെയാണോ ഇപ്പം മുക്കിക്കൊല്ലേണ്ടത്? തെറ്റ് ചെയ്യുന്നവരെയല്ലേ മുക്കിക്കൊല്ലേണ്ടത്? അതെ, തെറ്റ് ചെയ്യുന്നവരെ തന്നെയാണ് മുക്കിക്കൊല്ലാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നതൊന്നും. എനിക്ക് പോകണം. ദേ, നിങ്ങൾ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചു, അത് ചൊവ്വേ നേരെ എനിക്ക് നോക്കി നടത്താൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിനു പകരം ഒരു മാനേജരെയും അവരെ നിങ്ങളെ ഏൽപ്പിച്ചു. ആ മാനേജർ എന്നെ അവിടെ ചൊവ്വേ നേരെ നോക്കി നടത്താൻ സമ്മതിക്കുന്നില്ല. എല്ലാം കൊണ്ടും എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാവരും കൂടി എന്നെ മാത്രം എന്താ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പം ഞാൻ നയനയുടെ ചേച്ചീനെ സ്നേഹിക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? അനന്തപത്മനാഭനെ എൻ്റെ മോനായിട്ട് കാണുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? പിന്നെ അനന്തപത്മനാഭൻ നിന്റെ മോനല്ലേ? ഇപ്പം നിന്റെ മോനായിട്ടല്ലാതെ വേറെ ആരെങ്കിലും മോനായിട്ട് കാണാൻ പറ്റുമോ? അതോ ഇനി ഇപ്പം ഇതും ആദർശേട്ടൻ്റെ മോനായിട്ട് തന്നെ കാണണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഭിക്ക് വീണ്ടും ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അഭി പതിക്ക് വലിയ നോക്കുന്നുണ്ട്. നിൽക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് കൈ കയറി പിടിച്ചിട്ട്, നീ അങ്ങോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കരുതേ. അല്ല, നീ അല്ലേടാ ആ പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തത്, ആദർശേട്ടൻ്റെ കുഞ്ഞാന് ചന്തുമോളെന്നും പറഞ്ഞുകൊണ്ട് ആ വാർത്ത നീയല്ലേ കൊടുത്തത്? അത് പിന്നെ ഞാനൊന്നുമല്ല. ഞാനെന്തിനാ വാർത്ത കൊടുക്കുന്നത്? ദേ, സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞില്ല എങ്കിൽ പല സത്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയും. വെള്ളം കുടിക്കും നീ. അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്ടേ നയനേച്ചി, ഞാൻ പോട്ടെ. ഞാൻ നവ്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. നവ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നയനേടത്തിനെ പിന്നെ അവള് വല്ലതൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് നിങ്ങൾക്കിടയിലെ ബന്ധം തകരാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ. എന്നെ വിട്ടെ, ഞാൻ പോട്ടെ. ഓ, ഭീഷണിയാണോ? ഭീഷണിയാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടടാ ഒരുപാട് ഭീഷണിപ്പെടുത്താനായിട്ട്. ഈ നയനയെ എടുത്ത് നീ കളിക്കരുതേ. നയന ആരാണെന്നേ നിനക്കറിയില്ല. നയന ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീയേ എൻ്റെ ഒരു മുഖമല്ലേ കണ്ടിട്ടുള്ളൂ, എല്ലാവരോടും പതിയെ സോഫ്റ്റായി സംസാരിക്കുന്ന നയനയെ. അല്ലാതെ നീ മറ്റൊരു മുഖം കണ്ടിട്ടില്ലല്ലോ. ആ മുഖം കണ്ടു കഴിഞ്ഞാലേ നീ ഇവിടെ ഒന്നും നിൽക്കത്തില്ല, നീ പിന്നെ ഓടുകൂടുന്ന്. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഇതൊക്കെ എന്തിനാ നയനെ ഇവനോട് സംസാരിക്കുന്നത്? ഇവനോട് ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, ഇവനതേ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലുക ചെയ്യേണ്ടത്. മുങ്ങി ചാകാറാകുമ്പം അവൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും. എന്ത് സത്യത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? സത്യങ്ങളൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എനിക്ക് മറച്ചു വെക്കാൻ മാത്രം സത്യങ്ങളില്ല. സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് ആദർശേട്ടനല്ലേ? ഇപ്പം എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു ചെയ്തുവല്ലോ. ഇപ്പം അനഘേനെ കാണാൻ എന്നെ കൊണ്ടുപോകുന്നു, അവിടുന്ന് നേരെ തിരിച്ച് ബീച്ചിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ ഈ ചെയ്യുന്ന വിവരമൊക്കെ ഞാൻ നവ്യനെയും അതുപോലെ തന്നെ നവ്യയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ അറിയിച്ചാലുണ്ടല്ലോ, അവർക്കത് ഒരുപാട് വിഷമാവും. അത് നയനേടത്തേക്ക് അറിയാലോ. അവരുടെ വിഷമം നയനേടത്ത് താങ്ങുമോ? അവരുടെ വിഷമം ഞാൻ താങ്ങൂലടാ. അവരുടെ വിഷമം താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇനിയും ഇതുപോലെ തന്നെ തുടർന്നു പോയി കഴിഞ്ഞാൽ വലിയ വിഷമം ഞാൻ താങ്ങേണ്ടി വരും. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കള്ളക്കഥകളും വെളിയിൽ വരുമ്പോൾ അതിൽ കൂടുതൽ വിഷമം ഞാൻ താങ്ങേണ്ടി വരും. അതുകൊണ്ട് നിർത്തിക്കോ, ഈ വട്ടം കൊണ്ട് നീ നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു എന്താ പറയുക, നമ്മുടെ നയന സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അഭി അറിയുന്ന സീൻ ഇന്ന് കാണിക്കുന്നില്ല. ഏകദേശം ഈ ഒരു സീനൊക്കെ കൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. ഇപ്പം നാളെയൊക്കെ ആയിരിക്കും ചെവിക്കല്ലിനോട്ട് നോക്കി ഒരൊറ്റ പൊട്ടിയിലൊക്കെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നയന. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ താഴെ നമ്മൾ നയനയുടെയും ആദർശിൻ്റെ അല്ല സോറി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമുക്ക് ലൈക്ക് രൂപേണ തരിക. അതുപോലെ ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ട്, ഹൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ വരും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഹൈപ്പ് എന്താണെന്ന്. ആ ഹൈപ്പ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ക്ലിക്ക് ചെയ്ത് അങ്ങ് കൊടുത്ത് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഹൈപ്പ് എത്തിക്കുള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിക്കുകയാണ്.